ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 125 സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ് വണ്ടി ഉണ്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്ലഗ് ചെറിയൊരു ഷോർട്ടേജ് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട്. പക്ഷേ മെയിൻ കംപ്ലൈൻറ്റ് അതല്ല. മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എലി കയറിയിട്ട് മൊത്തം കട്ട് ചെയ്തിട്ടേക്കാം, ഇവിടെ വയറൊക്കെ വെട്ടിയിട്ടേക്കാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ എക്സ്റ്റൻഷൻ കൊടുത്ത് പിടിപ്പിക്കുക. നിലവിൽ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം, എലി കയറി കട്ട് ചെയ്യണതാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കിയിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. ഈ പ്ലഗ് മാറുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് അത്യാവശ്യം ചെറുതായിട്ട് ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള കരി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്ലഗ് മാറ്റിയിടുന്നത്. കാരണം വെച്ചാൽ അത് ഷോർട്ടാവാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് പ്ലഗ് മാറുന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവ് കാണുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടാന്ന് പറഞ്ഞാൽ എഞ്ചിൻ പണി വരും, എഞ്ചിൻ പണി കിട്ടും. കാരണം പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഇത് എഞ്ചിൻ വർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സർവീസിങ് കൃത്യമായിട്ടല്ല ചെയ്യണേ. അപ്പോൾ പ്രത്യേകം നോക്കാം. എഞ്ചിൻ ഓയിൽ മാറ്റുകയും പീരിയോഡിക് സർവീസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് വണ്ടിക്ക് എഞ്ചിൻ ലൈഫ് കിട്ടുള്ളൂ. അത് ഈ വണ്ടി എന്നല്ല, ഏതൊരു വണ്ടിയായിരിക്കും. എഞ്ചിൻ വർക്ക് ചെയ്ത വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിലും സമയാസമയങ്ങളിൽ എഞ്ചിൻ ഓയിൽ മാറ്റാമെന്നുള്ളതാണ് ചെയ്യേണ്ട കേസ് കേട്ടോ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓയിൽ നമ്മൾ കറക്റ്റ് സമയത്തിന് മാറ്റിയില്ലെങ്കിൽ പണി സ്പോട്ടിലായിരിക്കും കിട്ടുക. ബാക്കിത്തെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം കിട്ടും. പക്ഷേ എഞ്ചിൻ ഓയിലിൻ്റെ കേസിൽ നമ്മൾ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് പണി കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് തീരെ ലെവൽ കുറവെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്, നല്ലോണം കുറുകിയിട്ടുണ്ട്, അളവിലും കുറവ് കാണിക്കുന്നുണ്ട്. ഞാൻ സ്റ്റിക്ക് തുറന്ന് നോക്കുമ്പോൾ സ്റ്റിക്കിൽ ഓയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഊറ്റി നോക്കിയത്. ഊറ്റി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ. ഏകദേശം ഒരു 300-350 മില്ലി ഓയിൽ കുറവുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ എന്തെങ്കിലും മാറ്റാം. അതിന് ശേഷം സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് പ്ലഗ് മാറ്റിയിടുന്നുണ്ട്. ആ എലി കട്ട് ചെയ്തിട്ടാണ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ജനറലായിട്ടുള്ള സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഓൾറെഡി വണ്ടി ബുക്കിങ്ങിലാണ് എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ സർവീസ് ഇപ്പോൾ കൂട്ടത്തിൽ കൂടെ ചെയ്യാൻ നിർവാഹമില്ല. ഞാനത് അടുത്തൊരു ദിവസത്തേക്ക് ഡേറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഡേറ്റ് അറിയിക്കാം. അതും പ്രകാരം കൊണ്ടുവന്നിട്ടൊന്ന് ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുനടക്കുന്ന വണ്ടികൾ 2-2.5 ലക്ഷം കിലോമീറ്ററായ വണ്ടികളായാൽ പോലും ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് കറക്റ്റ് സമയാസമയങ്ങളിൽ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്യാത്ത വണ്ടികൾ 50,000 കിലോമീറ്റർ ഓടുന്നതിന് മുമ്പ് തന്നെ എഞ്ചിൻ പണിതാകുന്ന വണ്ടികളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമ്മൾ കൃത്യമായിട്ട് വണ്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ മാക്സിമം ലൈഫ് കിട്ടും. നേരെ മറിച്ച് നമ്മളിപ്പോൾ അശ്രദ്ധമായിട്ട് യൂസ് ചെയ്യുമ്പോൾ വന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ വെറുതെ നമ്മുടെ പൈസ പോകും. അതാണ് മെയിനായിട്ടുള്ള കേസുകൾ. ഇപ്പോൾ ഓയിൽ ലെവൽ കുറവുണ്ട്, ഞാനിപ്പോൾ ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് കയറ്റിയിട്ട് എപ്പോഴെങ്കിലും ഓയിലൊന്ന് ചെക്ക് ചെയ്തോണം. ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഓയിൽ ലെവൽ നോക്കാം, കാര്യമായിട്ട് കുറഞ്ഞു പോകണ്ടോ എന്നുള്ള ദിവസം നോക്കാം. അത് പരമാവധി ഇല്ലാത്ത രീതിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എൻജിൻ വർക്ക് കഴിഞ്ഞിട്ടും ഈ കംപ്ലയിൻറ്റ് വന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ കെയർലെസ് ആയിട്ട് തന്നെയാണ് കൂട്ടാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് പറയും ഇന്ന സമയങ്ങളിൽ സർവീസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യാറുണ്ട്. അതും പ്രകാരം ചെയ്യുന്ന വണ്ടികൾ ഒരു കംപ്ലയിൻറ്റും ഇല്ലാണ്ട് ഓടണമുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ലാസ്റ്റ് ഇനി നമ്മൾ നമ്മൾ പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞ് വിടാറ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഈ കാണുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടേക്കാം. ജനറലായിട്ട് സർവീസ് ഞാൻ ഇടയ്ക്ക് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടേക്കാം. അതിൻ്റെ ഡേറ്റ് 2 ദിവസം മുമ്പ് ഞാൻ അറിയിച്ചേക്കാം കേട്ടോ. അതും പ്രകാരം ഒന്ന് ഇടയ്ക്കെപ്പോഴും ഒന്ന് ചെയ്തു പോവാം. കാരണം ഇത് മാത്രമല്ല, ക്ലച്ച് സൈഡൊക്കെ നമുക്ക് ഗ്രീസിങ്ങൊക്കെ ആവശ്യമാണ്. സ്കൂട്ടർ മോഡൽ വണ്ടി CVT ക്ലച്ചാണ്. അത് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ പാർട്സുകളുണ്ട്, ലൂബ്രിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഐറ്റംസാണ്. ഈ സൈഡിൽ ഓയിലൊന്നുമല്ല, ഡ്രൈ ആണ്. നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ട പാർട്ടുകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ.